അതായത് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഇത് സംബന്ധിച്ച പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. പലയിടങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ ഇയാളുടെ 3 കാറുകൾ കസ്റ്റഡിയിലെടുത്തു. അത് ഇന്നോവ ക്രിസ്റ്റ അടക്കമുള്ള കാറുകളാണ്. ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഇയാൾ വാങ്ങിയ കാറുകളാണ് ഇത്. അതുകൂടാതെ തന്നെ ഈ അനന്തകൃഷ്ണന് 2 അക്കൗണ്ടുകൾ കൂടി പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. നേരത്തെ 2 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് 2 അക്കൗണ്ടുകൾ കൂടി മരവിപ്പിച്ചിരിക്കുന്നത്. ഈ 4 അക്കൗണ്ടുകളിലൂടെയാണ് കോടിക്കണക്കിന് ഇടപാടുകൾ നടന്നിരിക്കുന്നത്. പക്ഷെ നിലവിൽ ഇപ്പോൾ ഈ അക്കൗണ്ടുകളിലുള്ളത് മൊത്തം 3,25,00,000 രൂപ മാത്രമാണ്. പക്ഷേ ഈ 4 അക്കൗണ്ടുകളിലുമായി 400 കോടിയോളം രൂപയുടെ എങ്കിലും തട്ടിപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇത് കൂടാതെ തന്നെ ഇയാളുടെ വീടിന്റെ പരിസരത്തും ഒപ്പം തന്നെ സമീപ സ്ഥലങ്ങളിലെല്ലാം തന്നെയായി പലയിടങ്ങളിലും ഇയാൾ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടാൻ ശ്രമിച്ചിരുന്നു എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 2 പ്ലോട്ടുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് തൊടുപുഴ കുടയത്തൂരിന് സമീപമാണ് ഈ അനന്തകൃഷ്ണൻ മേടിച്ച പ്ലോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരാളല്ല അനന്തകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ചാണ് ഇതെല്ലാം വാങ്ങിയിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ കോടതിയെ സമീപിച്ച് സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്.